നമസ്കാരം. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാല് ഒരു പേഴ്സന്റെ പോലും വിചാരിച്ചല്ല. വളരെ നിർഭാഗ്യകരമായി പോയി ഇങ്ങനൊരു വീഡിയോക്ക്. അതിന് വഴിവെച്ചത് കുറെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഫോളോവേഴ്സ് ലിസ്റ്റിലോ ഉണ്ടായ തികച്ചും ഒരുപക്ഷെ അപകടകാരികളായ ആൾക്കാരാണ് ഈ വീഡിയോക്ക് കാരണം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വഴി ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായേക്കും. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തില് ആ നഷ്ടം എനിക്ക് വെറും ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും ക്ഷമ കെട്ടിട്ടാണ്, വിഷമത്തോടെയാണ് ഇത് പറഞ്ഞത്. മനസ്സിലായില്ലേ? എനിക്കത് ഈ വീഡിയോ വഴി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എനിക്ക് രോമമാണ്. ഞാനത് ഇനി എന്ത് നഷ്ടം ചെയ്യണമെന്ന് ചെയ്യും. പക്ഷെ നമ്മളൊരു പരിധി വിടുമ്പോൾ നമ്മൾ പ്രതികരിച്ച് കടിച്ചു ആവട്ടെ കടിക്കുന്നു, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, അതുപോലൊക്കെയാണ് എന്റെ അവസ്ഥ. ഞാൻ 2 ദിവസം മുന്നേ അയോധ്യയില് രാമക്ഷേത്രത്തിൽ പോയിട്ട് വളരെ മാന്യമായിട്ട് എന്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടു. ആ ഫോട്ടോയ്ക്ക് വളരെ ചുരുക്കം 5-8 ആൾക്കാർ, എന്റെ ഒരുപാട് നല്ല ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ക്രിസ്ത്യൻ എല്ലാവർക്കും അറിയാം. എന്റെ സുഹൃത്തുക്കൾ അത് വളരെ വിഷമത്തോടു കൂടി ഇപ്പം കേൾക്കുന്നുണ്ടാവും. നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും പരസ്പരം വാരിക്കൊടുത്ത് കഴിക്കുന്നവരും ഒരുമിച്ച് പിന്നെ സ്നേഹ സൗഹൃദം എപ്പോഴും പങ്കിടുന്നവരായ പല കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളും എനിക്കുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പം ഇറിറ്റേഷൻ ഇല്ലേ, അവർക്ക് വിഷമം, അവർക്ക് അത് ചെയ്തതിനോട് ദേഷ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇതില് പിന്നെ ഒരുത്തിന്റെ കമന്റ്, ഒരു കാസർഗോഡുകാരനാണ്, ഒരുത്തിന്റെ കമന്റ് പറഞ്ഞാല്, നീ ഒരു പ്രകോപനം ഇല്ലാതെ നീ ഒരു ആട്ടിൻ തോലിയിട്ട് ചെന്നായി ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ശ്രീത് ഭക്തന്റെ ബ്ലോഗ് കണ്ടപ്പോഴും ഫോളോ ചെയ്യാൻ തുടങ്ങിയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് നീ ഒരു ആട്ടിൻ തോലിട്ട് ചെന്നായി ആണെന്ന്. എടോ, എന്റെ അമ്പലത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു അമ്പലത്തിൽ ഞാൻ പോയാല് അത് എങ്ങനെയാണോ ഞാൻ ചെന്നായി പോവുക? നീയൊക്കെ എന്ത് മനുഷ്യന്? നീയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? പിന്നെ കുറെ പള്ളിപ്പറമ്പില് രാമൻ. ഇത് എന്ത് പള്ളിപ്പറമ്പിലാടാ? താങ്കൾക്ക് എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അയോധ്യനും അതിന്റെ സംഗതിയെ കുറിച്ച് ഞാനൊരു പോസ്റ്റ്, ഞാൻ ഒരു സാധനം ഇന്ന് വരെ ഇട്ടിട്ടോ എഴുതിയിട്ടോ ഇല്ല ഇതിനെ കുറിച്ചിട്ട്. നിങ്ങളുടെ പൊന്നു സഹോദരൻ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു മലയാളി ഉണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തില്. ആ വ്യക്തിയുടെ വീഡിയോസ് എടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും, അവിടെ എന്താണ് ഉണ്ടായത്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പിന്നെ ഇപ്പോഴും വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആ കമന്റിൽ നിനക്ക് കുഴപ്പമില്ല, അതൊക്കെ പലരും ടൈപ്പ് ചെയ്തങ്ങ് വിടുന്നതാണ്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതും എഴുതാനുള്ള സമയം. പക്ഷെ ഞാൻ അമ്പലത്തിൽ പോയത് കൊണ്ട്, ഇന്ന് കാസർഗോഡുകാരൻ ഒരു ചെക്കനാണ്, ആ ചെക്കന്റെ ഫോട്ടോ ഞാൻ ഇപ്പൊ ഇതിൽ കാണിച്ചു തരാം. ഈ ചെക്കൻ പറഞ്ഞു പറഞ്ഞാല് ആട്ടിൻ തോലിയിട്ട് ചെന്നായിയാണ് നീന്ന്. എടാ, അതൊക്കെ നിന്റെ വെല്ലുപ്പേടാ, നിന്റെ ഉപ്പൂപ്പ ചെന്നായി. മനസ്സിലായില്ലേ? നിനക്ക് മര്യാദ ഉണ്ടോ പൊന്നുമോനെ? മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആള് ഒരു വ്യക്തിനെ കാണുമ്പോ അസ്സലാമു അലൈക്കും പറയുന്നുണ്ടെങ്കിൽ ഹിന്ദുവിന് റാം എന്നും ജയശ്രീറാം എന്നും പറയാം, ക്രിസ്ത്യന് അവരുടേതായ സാധനങ്ങൾ പറയാം. അങ്ങനെ എല്ലാ മതസ്ഥർക്കും അത് പരസ്പരം അവരുടെ എന്താണുള്ളത് അത് പറയാം. അതാണ് നമ്മുടെ രാജ്യം, അതാണ് നമ്മുടെ നാട്, അതാണ് നമ്മുടെ സൗന്ദര്യം, നമ്മുടെ നാട്ടിന്റെ. അതാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയതും. മനസ്സിലായില്ലേ? മുസ്ലിം പണ്ട് മുതൽ ഈ നേരം വരെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഒരുത്തനും അതിനെതിരെ പറഞ്ഞിട്ടില്ല, അത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഹിന്ദുവിനെയും പറയണ്ട, ക്രിസ്ത്യനെയും പറയണ്ട, ജൈനന്മാരെ ആരായാലും നിങ്ങൾ പറയണ്ട. ഏത് മതം എന്തായാലും നിങ്ങൾ എതിർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്ന എന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടുന്ന് ഒരു ഫോട്ടോ ഇടുമ്പോ നീ വന്നിട്ട് നിന്റെ ഉള്ളിലെ വിഷം, നിന്നെ കണ്ടറിയ നീ വിഷമാണ്, നിന്റെ ഉള്ളിലെ വിഷം നീ പുറത്തേക്ക് കൊണ്ടുവന്നു. നീ അതിൽ പറഞ്ഞ സുജിത് ഭക്തന്റെ വ്ലോഗ് കണ്ടെന്ന് ഒരു ഫോളോ പറയണ താനൊരു ആട്ടിൻ തൊലിയിട്ട് ചെന്നൈയാണ് ഇപ്പൊ മനസ്സിലായി. ചെന്നൈ നിന്റെ പാപ്പയാണെന്ന് പറയാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു. മനസ്സിലായി? നീയൊക്കെ മനുഷ്യനാടാ. നിന്റെ മനസ്സിൽ എത്രയാണ് സ്പിരിറ്റുള്ള വർക്ക് ചെയ്താ? നീയല്ലേ വർക്ക് ചെയ്യുന്നത്? ഞാൻ എന്റെ അമ്പലത്തിലാണ് പോയത്, പിന്നെ ഞാൻ ഈ സമയത്ത് അവിടെ UP-യിൽ പോകാനും അയോധ്യയിൽ പോകാനൊക്കെ അതിന് റീസൺ ഉണ്ട്. അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പലരും കമന്റ് ആയിട്ടുണ്ട്. ഞാൻ അവിടെ പോയത് ഹോട്ടൽ നോക്കാനും, ഹോട്ടലുമായി ടൈപ്പ് ആക്കാനും, ഹോട്ടൽ അറേഞ്ച്മെന്റ് ചെയ്യാനും, ലോക്കൽ അറേഞ്ച്മെന്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ പോയത്. എന്റെ മെയിൻ ടാർഗറ്റ്, പ്രഥമ പരിഗണന എന്ന് പറയുന്നതായിരുന്നു. എന്റെ വയ്യാത്ത കാല് വെച്ചിട്ട് എനിക്ക് അയോധ്യ ക്ഷേത്രത്തിനുള്ളിൽ നടക്കാനും ഇതിനൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആളെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് 1-2 ആൾക്കാരെ കണക്ട് ചെയ്ത് ഞാൻ വളരെ സുഖമായി പോയി. എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. വീൽ ചെയറിലൊക്കെയാണ് ഞാൻ പോയത്. അപ്പോ എന്റെ അമ്പലത്തിൽ നിന്ന് ഇട്ടൊരു ഫോട്ടോ കണ്ടിട്ട് നിനക്ക് കുരു പൊട്ടണമെങ്കിൽ നിന്റെ ഉള്ളിലെ വർഗീയാണ് നീ പറഞ്ഞത്. പക്ഷെ എന്റെ സുഹൃത്തുക്കളൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ അറിയുന്ന, എന്റെ കൂടെ നിൽക്കുന്ന, ഞാൻ കൂടെ നിൽക്കുന്ന ഒരുപാട് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊരു കുഴപ്പമില്ല.
എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ഹിന്ദുവിന്റെ വഴിക്ക് വിട്. മുസ്ലിമിന്റെ പുറത്ത് ആരും വരുന്നില്ല പൊന്നുമോനെ. കേരളത്തിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ വളരെ സ്നേഹത്തോടെയല്ല, കേരളത്തിൽ ഒരു പ്രശ്നമില്ല. നീയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ഒരു ഒരു ചെറിയ ബോധം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇത് പറയുമ്പോൾ ഒരുപാട് ആൾക്ക് പൊള്ളണ്ട, ഇത് ഞാൻ സഹികെട്ട് പറഞ്ഞാണ്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വർഗീയത പറയുന്നത് നമ്മൾ മലയാളികളായിരിക്കും. നമ്മൾ മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുന്നത്. ഇവിടെ ഒരു ഹിന്ദുവിനെ അമ്പലത്തിൽ പോയാൽ നീ വന്നിട്ട് ആട്ടഞ്ചോലിന്റെ ചെന്നൈ എങ്ങനെ പറയാ? പന്ന പരടത്തേണ്ടി അനക്കല്ല ഉളുപ്പുണ്ടാ? നീയല്ല ശരിക്കുണ്ടോ? ശരിക്ക് എന്റെ നാട്ടിൽ ഞാൻ പറയും, നീയല്ല ശരിക്കും മാപ്പിള തന്നെയാ. നിസ്കരിക്കുന്നുണ്ടല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാളിയാ പ്രാർത്ഥിക്കുന്നത്. അതിന്റെ ഫലമാണോ നീ തരുന്നത്? നീക്ക് എന്ത് തേങ്ങയാണ് പഠിക്കുന്നത് അവിടെ പോയിട്ട്? കഷ്ടം നിന്റെ എല്ലാം കാര്യം. എന്റെ പൊന്നു ചങ്ങായിമാരെ, എന്റെ അടുത്ത സുഹൃത്തുക്കളായ ആർക്കും ഇത് വേദനിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഗതികെട്ടുകൊണ്ട് ഞാൻ ആ കമന്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൻ എഴുതിയത് ഗതികെട്ടുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരാൾ പറയുന്നത് ഇതൊക്കെയാണ് വിഷങ്ങള്. ഇതിൽ ഈ വീഡിയോ കൊണ്ട് എനിക്ക് ഇത് ഒരുപാട് സ്ഥലത്തെത്തും. എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായാലും എനിക്ക് നഷ്ടമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞു. എനിക്ക് ഇതാണ് ആ നഷ്ടങ്ങൾ, ഞാൻ സഹിക്കും. പക്ഷെ ഇമ്മാര് വർത്താനം പറയാൻ പാടില്ല. ഇത് ഒരാളെ അനാവശ്യമായിട്ട് ചൊറിയുന്ന വർത്താനാണ്. അതാരായിരിക്കും? ഇപ്പൊ ഞാൻ താങ്കൾ ഒരു പള്ളിയിൽ പോയിരിക്കുമ്പോ ഞാനാണ് അങ്ങനെ പറയുന്നെങ്കിൽ നീ എന്തിനാണ് പള്ളിയിൽ പോയിനി, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത് പോയിനെ അറിയോ? എടോ, നമ്മളും ഈ പള്ളി കാണുമ്പോൾ പ്രാർത്ഥിക്കാനാണ്, മനസ്സിലായില്ലേ? പള്ളിയും ചർച്ചും കാണുമ്പോ അതൊക്കെയാണ് നമ്മുടെ തെറ്റ്. അപ്പൊ നീയല്ല ഏത് ലോകത്താണ് ജീവിക്കുന്നത്? 2024 കൂടെ ഉളുപ്പില്ലാത്തവനെ. ഫക്ക് യു.